ഹായ്, ഇന്ന് ഞാനൊരു ചിക്കൻ നൂഡിൽ സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതൊരു ടിബറ്റൻ നൂഡിൽ സൂപ്പാണ്. ഇതിൻ്റെ പേരാണ് തുപ്പ ചിക്കൻ നൂഡിൽ സൂപ്പ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. അതിനുവേണ്ടി നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ ബോയിൽ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിപ്പം ഓൾമോസ്റ്റ് ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് നൂഡിൽസാണ്. ഇത് റൈസ് നൂഡിൽസാണ്. ഏത് നൂഡിൽസ് വേണം നമുക്ക് ഉപയോഗിക്കാം. 500 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി വെള്ളം ബോയിലായിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഓയിലും കൂടി ഒഴിക്കാം. നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ്സ് ഈ ബോയിലിംഗ് വാട്ടറിൽ വച്ച് അടച്ച് വെച്ചേക്കണം. അപ്പോൾ അത് അവിടെ ഇരുന്ന് കുക്കാവും. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി നോക്കണം. ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ് നൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഓവർ കുക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് ഒരു പേസ്റ്റാണ്. അതിനുവേണ്ടി ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ചെറിയ ടൊമാറ്റോസ്, ഒരു 7-8 അല്ലി വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, പിന്നെ ഇഞ്ചി, പിന്നെ ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഷെസ്വാൻ പെപ്പർ. ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാനിത്തിരി കൂടുതൽ മല്ലിയില എടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കണക്കിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് മല്ലിയില ഇടാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് ഉണ്ടാക്കണം. പേസ്റ്റ് ആയി കഴിഞ്ഞു. ഇത് ഒരു പാൻ വെച്ച് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച്, ഓയിൽ ചൂടാകുമ്പോൾ ആ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. ഇത് പച്ച ചുവ മാറുന്നത് വരെ നല്ലവണ്ണം വഴറ്റി കൊടുക്കണം. ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 കപ്പ് ക്യാബേജ്, ഇത് കുക്ക് ചെയ്ത കുറച്ച് മഷ്റൂമാണ്, പിന്നെ സ്പ്രിംഗ് ഒണിയൻ. ഇതെല്ലാം കൂടി നല്ല യോജിപ്പിച്ചെടുക്കാം. ഇത് കുക്കാവേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം ഒരു ബോയിലായാൽ മതി. ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. നല്ലവണ്ണം ഇളക്കി ഒരു ബോയിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബോയിലായിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിൽ ഇത് അസംബിൾ ചെയ്തെടുക്കാം. ഒരു ബൗളിൽ ആവശ്യത്തിന് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സൂപ്പ് ഒഴിക്കാം. ആവശ്യത്തിന് സൂപ്പ് ഒഴിക്കാം. ഞാൻ കുറച്ച് ഷ്രെഡഡ് ചിക്കൻ വെച്ചിട്ടുണ്ട്. അത് കുറച്ചിട്ട് കൊടുക്കാം. ടോപ്പിങ്ങിനായി മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള തുപ്പ ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.